ഞങ്ങളുടെ ജോസഫ് വലിയ വീട്ടിലച്ഛൻ ആലപ്പുഴ കലവൂരിൽ കൃപാസനം പള്ളിയോട് ചേർന്ന് ഒരു ചവിട്ട് നാടകത്തിൻ്റെ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ 40 വർഷങ്ങളായി ചവിട്ട് നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ എന്ന ഞങ്ങളുടെ അച്ഛൻ. അതെ, മൺമറഞ്ഞു തുടങ്ങിയ ചവിട്ട് നാടകം എന്ന നാടൻ കലാരൂപത്തെ പുനർജീവിപ്പിച്ച് ജനകീയമാക്കാൻ ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ പരിശ്രമിച്ചത് കഴിഞ്ഞ 40 വർഷക്കാലം. ചവിട്ട് നാടകം മാത്രമല്ല, അണ്ണാവിപ്പാട്ടുകൾ, അമ്മാനപ്പാട്ടുകൾ, കടലോര പരിചമുട്ടുകളി, ദേവസ്ഥാവിളി, ഇങ്ങനെ അന്യം നിന്ന് പോകുന്ന തീരദേശ കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അച്ഛൻ നടത്തിയ ശ്രമങ്ങളുടെ അംഗീകാരമായി ഏറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. കേരള സാഹിത്യ അക്കാദമിയും കേരള ഫോക്ലോർ അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള പഠനത്തിനും ചവിട്ട് നാടക വിജ്ഞാനകോശ രചനയ്ക്കുമായി കേന്ദ്ര സർക്കാർ സീനിയർ ഫെലോഷിപ്പ് നൽകി. ചവിട്ട് നാടകം സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഫാദർ പ്രയത്നിച്ചു. ചവിട്ടുനാടകം ആട്ടപ്രകാരം, ചവിട്ടുനാടകം സാഹിത്യവും സംഗീതവും, ബ്രിജിന ചവിട്ടുനാടക പഠനം, ചവിട്ടുനാടക വിജ്ഞാനകോശം, തീരദേശ കലാനിഘണ്ടു തുടങ്ങി ശ്രദ്ധേയമായ പുസ്തകങ്ങളും മലയാളത്തിന് സംഭാവന ചെയ്തു. അച്ഛൻ ആദ്യമായി കണ്ട ചവിട്ട് നാടകം, അല്ല, അതിനൊരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ ഒരു കലാകാരനെ മനസ്സിൽ ജനിപ്പിച്ച ആ അനുഭവം. അതായത് ഈ ഇന്നത്തെ ഒരു കാലമല്ല, ഞാൻ 60-ലുള്ളതാണ്. അപ്പൊ ഞാനൊരു പൈസ കണ്ടുപിടിച്ചു അതായത് ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ, 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ 67-68 കാലഘട്ടം. അപ്പൊ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഫ്രണ്ടില് കൊട്ടാരരഹസ്യം എന്നും പറഞ്ഞൊരു നാടകം. കൊട്ടാരരഹസ്യം. അപ്പൊ കൊട്ടാരരഹസ്യത്തില് അതിൻ്റെ അകത്ത് പയറ്റുണ്ട്, വാൾപയറ്റ്, അഭ്യാസമുണ്ട്, പിന്നെ പിടിമുറകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പുകളുണ്ട്, കവിത്തങ്ങളുണ്ട്, അതിനുള്ള പെരുക്കങ്ങളുണ്ട്. അതെല്ലാം ഡ്രംസ് വെച്ച് പിന്നെ ജാലറി വെച്ചുകൊണ്ട് ചെയ്യുമ്പോ ജനങ്ങളെല്ലാം ഇങ്ങനെ കൈയടിച്ച് ആർക്കും. റിഹേഴ്സല് പോലും ഭയങ്കര എക്സ്പീരിയൻസ് ആയി അവിടെ നടത്തുന്ന. അതപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നീട് 71 ആണ്, ഞാൻ ഇതെല്ലാം ലൈഫ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 71 ഞാൻ വേറെ ചവിട്ടാടനുണ്ട്. അത് ചാപ്പക്കടവ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചാപ്പക്കടവ്. കലവൂര് തന്നെ അല്ല? അല്ലല്ല, എന്റെ വീട് പള്ളിത്തോടാണ്. ചേർത്തല താലൂക്കിലുള്ളതാണ്. പക്ഷെ എറണാകുളത്തിന്റെയും ആലപ്പുഴയുടെയും അത് ബോർഡറിലാണ്. ചെല്ലാനം എറണാകുളത്തിന്റെ ബോർഡർ, പള്ളിത്തോട് ആലപ്പുഴ ബോർഡർ. പള്ളിത്തോടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ചാപ്പക്കടവ് ഒരു കൾച്ചറൽ സെന്ററാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുകയും ജനങ്ങളെ കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അവിടെ ഇതുപോലെ തൊഴിൽ സംരംഭങ്ങളുണ്ട്. പിന്നെ അതൊരു ബിസിനസ് സെന്ററാണ്. ആൾക്കാർ അത് മീൻ കച്ചവട കൃഷിത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പൊ അതിനോട് അനുബന്ധ കച്ചവടങ്ങളെല്ലാം ഉണ്ടാകുന്നു. അപ്പൊ ഒരു ഇക്കണോമിക്കിന്റെ ഒരു ഞങ്ങളുടെ തലസ്ഥാനമാണത്, സാമ്പത്തിക തലസ്ഥാനമാണ് ചാപ്പക്കടവ്. അപ്പൊ അവിടെ ഇതുപോലെ കലകൾ അരങ്ങേറും, സ്പോൺസർ ചെയ്യും. അതിന്റെ ഒക്കെ ഉള്ള കാറസ്മാൻ നാടകം കണ്ട അവിടെ വെച്ചാൽ. പിന്നെ കാറസ്മാൻ നാടകത്തെ കുറിച്ച് എന്റെ അപ്പൻ എന്നോട് പലപ്പോഴും, ഞങ്ങള് 2 വയസ്സ് 5 വയസ്സ് ഉള്ള സമയത്തൊക്കെ അപ്പനോട് കിടന്നുറങ്ങുമല്ലോ. അപ്പൊ അപ്പൻ എപ്പോഴും ഈ നാടകങ്ങളെ കുറിച്ചൊക്കെ പറയും. കാറസ്മാൻ നാടകത്തെ കുറിച്ച് എപ്പോഴും പറയും. തൊടുതോനെ കുറിച്ച് പറയും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ആലുരാം ചക്രവർത്തിയെ കുറിച്ച് പറയും, പൊലിവേസിനെ കുറിച്ച് പറയും. ഇവരൊക്കെ ഭയങ്കര വീരപുരുഷന്മാരായിട്ട് അപ്പൻ അവതരിപ്പിക്കും. ശരിക്കും ഈ അപ്പന്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച്, കഥാപാത്രങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ ചവിട്ടാടകങ്ങൾ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, വലിയ രസം ഒരു മനസ്സിലാവും. അപ്പൻ ചാപ്പക്കട നടന്ന ചവിട്ടാടത്തിന് അപ്പം കൊണ്ടുപോകും. അപ്പനാണ് കാരണക്കാരൻ. അപ്പൻ പറയും ഇപ്പൊ റോദം വരുമെന്ന് പറയും.
അപ്പൊ റോഡുതോനൊക്കെ അന്നത്തെ റോഡുതോനൊക്കെ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ വേണ്ടത്. നമുക്ക് ഇന്ന് കണ്ട ഇന്നിപ്പോ റിയലിസ്റ്റിക് ആയിട്ട് വന്നില്ല. അന്ന് നമ്മളെ ക്ലാസിക്കൽ എംപീരിയൽ നാടകത്തിന്റെ വേദികളിൽ നിന്ന് ചവിട്ട് നാടകം റിയലിസ്റ്റിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. ഇന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് റോഡുതോൻ വന്ന ആൾക്കാർ അംഗീകരിക്കത്തില്ല, ആൾക്കാർ കോമഡി ആയിട്ട് കണക്കത്തുള്ളൂ. പക്ഷെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ കിണറ്റിപ്പൊക്കെ വെക്കണ കിണറ്റിപ്പൊക്കെ ഇന്നത്തേക്കാൾ ഭംഗിയാണ് അന്നത്തത്. പക്ഷെ റോഡുതോന് വാച്ചും അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് അത് ഞാൻ ഇപ്പോഴല്ല ഇടയ്ക്ക് ഞാൻ സെമിനാറിൽ ചിന്തിക്കുന്നത് വാച്ചിന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിനകത്തേക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അത്ര വേഗമൊന്നും തീരില്ല, അത്രയ്ക്ക് പറയാനുണ്ട്. പറഞ്ഞു വന്നത് ചവിട്ട് നാടകത്തിന്റെ സ്റ്റേജിനെ കുറിച്ചല്ലേ? അങ്ങനെയെങ്കിൽ ഈ ചവിട്ട് നാടക മ്യൂസിയത്തിലെ ഈ മാതൃകാ തട്ടൊന്ന് കാണാം. അച്ഛൻ നമ്മളിപ്പോ വേദിയിലേക്ക് കയറിയാലോ? പക്ഷെ അച്ഛൻ രണ്ട് സൈഡിൽ രണ്ട് പുണ്യാളന്മാരെ നിർത്തിയിട്ടുണ്ട്. ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം വെച്ചിരിക്കുന്നതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലകളെല്ലാം തന്നെ ചവിട്ട് നാടകം, അതുപോലെ തന്നെ കടവൂര പരിചകളി, ഇതെല്ലാം ഷിവൽഡറി മാർഷൽ ആർട്സ് ആണ്. അല്ല ക്രിസ്തീയ ഷിവൽഡറിയെ, അതായത് സൈനിക അയോധന പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന, അപ്പൊ അതിന്റെ പേട്രൺ സെയിന്റ്സ് ആണ് ഇവര്. അതായത് അത് സെന്റ് ജേക്കബാണ്. കാറൽസ്മാൻ ചക്രവർത്തിയുടെ സൈനിക രക്ഷാധികാരിയാണ് സെയിന്റ് ജേക്കബ്. പടയാളി വേഷം ധരിച്ച് വാളുമേന്തി കുതിരപ്പുറത്ത് കയറി സെയിന്റ് ജേക്കബ് സ്വപ്നത്തിൽ കാറൽസ്മാന് പ്രത്യക്ഷനായി. ക്രിസ്തുവിന്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ജെറുസലേം പട്ടണം തുർക്കി ചക്രവർത്തിയിൽ നിന്നും തിരികെ പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി. യുദ്ധം ജയിച്ച ചക്രവർത്തി സെയിന്റ് ജേക്കബിനായി ഗംഭീരമായൊരു ദേവാലയം നിർമ്മിച്ചു എന്നാണ് ഇതിഹാസം. ഈ സെയിന്റ് ജേക്കബാണ് കാറൽസ്മാൻ ചാൾസ് ദ ഗ്രേറ്റിന് കാറൽസ്മാൻ രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ യുദ്ധം ജയിക്കാൻ കുരിശിൻ്റെ അടയാളം ഉപയോഗിക്കാൻ പറഞ്ഞത്. അന്ന് മുതൽ പോർട്ടുഗീസുകാരുടെയും അതുപോലെ തന്നെ ഈ കാറൽസ്മാൻ നാടകത്തിൻ്റെയും ഒക്കെ എല്ലാം പേട്രൺ സെയിന്റ്, യുദ്ധത്തിൻ്റെ പേട്രൺ സെയിന്റ് സെയിന്റ് ജേക്കബാണ്. ഇവിടെ ചവിട്ടുമ്പോളേ പലകയിലാണ് അല്ലേ? 16-ാം നൂറ്റാണ്ടുള്ള സ്റ്റേജാണിത്. ഇത് ഞാൻ എടുത്തത് സബീന റാഫിയുടെ ബുക്കിൽ നിന്നാണ് എടുത്തത്. സബീന റാഫിയുടെ ബുക്കിലെ ഗവേഷണത്തിൽ ഇത് ഈ സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഒരു പേജിലുണ്ട്. അപ്പം ഞാൻ അത് എടുത്തിട്ട് ഫിത്തിയയിലെ ആൾക്കാർക്ക്, പിള്ളേരെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു ശില്പിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതാണോ കാണികൾ? കാണികൾ സ്പോൺസേഴ്സ്. അപ്പം സാധാരണ പണ്ടെന്നൊക്കെ ഉള്ളത് ഈ പണ്ട് തടിയും മരമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, അരി കൊണ്ട് ഉപയോഗിച്ച് സ്റ്റേജ് കെട്ടണ മുമ്പ് മണ്ണ് കൂന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കവുങ്ങും ഓലൊക്കെ വെച്ചുകൊണ്ടുള്ള, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തും അതൊക്കെ അത്ര സ്റ്റേജ് കണ്ടിട്ടുണ്ട്. പക്ഷേ ചവിട്ടുനാടകത്തിൻ്റെ സ്റ്റേജ് ഇത് ആരാണ് ഇത് പണം മുടക്കുന്നത്? സ്പോൺസേഴ്സ്. അവർക്ക് ഗ്രീൻ റൂമിന്റെ ഇപ്പുറത്ത് ഇത് ഭയങ്കര ഓക്വേർഡാണ്, പ്രത്യേക ബാൽക്കണി ബാൽക്കണി അവരവിടെ ഇരുന്നുകൊണ്ടാണ് ഇതിനെ വീക്ഷിക്കണത്. ജനങ്ങളെല്ലാം മുമ്പിലിരിക്കും. അപ്പൊ ഇത് സ്റ്റേജ്. അപ്പൊ ഈ രണ്ട് സൈഡിൽ കാണുന്ന ഇതെന്നിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഹീറോയും അതുപോലെ തന്നെ വില്ലനും ഹീറോയും ഒരേ സമയം തന്നെ സ്റ്റേജിൽ, ചവിട്ടുനാടകത്തിന്റെ സ്റ്റേജിൽ വരും. കാരണം അതിന് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് കടിതം എന്ന് പറയും. ചിലപ്പോ എന്തെങ്കിലും ഇവിടുന്ന് ആവശ്യപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോ അത് ദൂതനെ അയച്ച് അങ്ങോട്ട് കൊടുക്കും. അതെല്ലാം പാട്ടിലാണ് കൊടുക്കുന്നത്. അതിനാണ് പാട്ടുകാർ ഇവിടെ നിൽക്കണത്, പാട്ടിക്കൊണ്ടിരിക്കുക പഠിക്കും. അപ്പൊ അവർ പാടി തന്നെയാണ് ഇതെല്ലാം ചെയ്യണം. ഭയങ്കര ഇതെല്ലാം പാടിയാണ് സ്റ്റെപ്പ് വെച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന, പിൻബലം കൊടുക്കുന്ന സംഗീത ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസാനുഭൂതിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിലുള്ള ഓപ്പറ നാടകങ്ങളൊക്കെ ഒക്കെ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു മറ്റൊരു ഇത് ഇവിടെ വന്നിട്ട് ഇവിടെയുമായിട്ട് സങ്കരമായി വന്നതായിരിക്കും. ചവിട്ടുനാടക കാലഘട്ടം എന്ന് പറയുമ്പോൾ രൂപപ്പെട്ട് വരുന്നത് നവോത്ഥാന കാലഘട്ടമാണ്, ഇന്നസെൻസ്. നമ്മളിപ്പോൾ ഇവിടെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നാൾ സംഭവിച്ച വിഷയമായിട്ടാണ് ഇവർ നവോത്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ നവോത്ഥാനം കേരളത്തിൽ നടന്നത് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസവും അവർ കൊണ്ടുവന്ന സംസ്കാരവും കലയെ ജനകീയമാക്കിയല്ല. കലയെ ജനകീയമാക്കിയപ്പോൾ തന്നെ അതിൻ്റെ നവോത്ഥാനം ഉണ്ടായിരുന്നില്ല.
ഈ കലയൊന്നും നമുക്ക് ജനങ്ങൾക്ക് കല കാണാൻ പറ്റത്തില്ലായിരുന്നു. കല എപ്പോഴും ഒരു കലയുടെ മാത്രം കളിയരങ്ങുകളിലും അതുപോലെ തന്നെ കളി അമ്പലങ്ങളിലല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ മിഷണറിമാർ പുറത്ത് സ്റ്റേജ് ഇട്ടത്. അതാണ് ഇത് പബ്ലിക്കായിട്ട് വരണത്. അപ്പൊ ഇതൊരു നവോത്ഥാനത്തിന്റെ സ്പോൺസേഴ്സിനെ ജന്മികളുമാക്കി. ഇത് കാറസ്മാനും ഇത് അവർദർബാനുമാണ്. ഇവർ രണ്ടുപേരും ഇവര് രണ്ട് സ്ഥലത്ത് വരുന്നേ ഉള്ളൂ. ഇന്ന് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. പക്ഷെ അന്നിപ്പോ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി തന്നെ. ഈ ഏണിയൊക്കെ പിടിച്ച് കയറി അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല വളരെ ദിവസത്തെ കഷ്ടപ്പാടും ഉണ്ടായിരിക്കും അല്ലേ അന്നത്തെ കാലത്ത്. ഇതിന്റെ പഠനങ്ങൾ വരുമ്പോ എലിസബത്ത് തിയേറ്ററുമായിട്ടാണ് സ്റ്റേജിന് ബന്ധം. നമ്മുടെ സ്റ്റേജിന് ആ രീതിയിലല്ല, നമുക്ക് കളി അരങ്ങെന്നല്ലേ പറയണത്. ചിലപ്പോൾ ചുറ്റോടിട്ടിരിക്കും, 8 പട്ടണത്തിൻ്റെ ചുറ്റോടിട്ടിരിക്കും. ഇതെന്ന് പറയണത് ഇന്ന് കാണുന്ന ആധുനിക സ്റ്റേജിൻ്റെ ആദ്യ ഭാഗം ചവിട്ടുനാടൻ സ്റ്റേജാണ്. ചവിട്ടുനാടൻ സ്റ്റേജോടുകൂടി അത് CS തോമസിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. ചവിട്ടുനാടകത്തിൻ്റെ സ്റ്റേജ് ആണ് ശരിക്കും ഇവിടെ സദസ്സിൻ്റെ ആധുനിക നാടക സ്റ്റേജായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്നത്.